നമ്മൾ ഒറ്റക്ക് റബ്ബിന്റെ മുന്നിൽ നിൽക്കും. നമ്മളെ മാത്രം വിചാരണയ്ക്ക് വേണ്ടി റബ്ബ് ഒഴിഞ്ഞിരിക്കും. നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിലൊരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതിന്റെ റിസൾട്ട് വന്നു. വളരെ അപകടകരമായ രൂപത്തിൽ മുസ്ലിം സമുദായത്തിൽ നമുക്ക് പ്രതീക്ഷ വെക്കാൻ പറ്റുമോ? ഈ റോട്ടിൽ ആളുകൾ യാത്ര ചെയ്യുന്നവന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തിൽ തടഞ്ഞു നിർത്തി അവിടെ വലിയ ശബ്ദത്തിൽ പാട്ട് വെച്ച് കൂത്താടുന്ന അല്ലെങ്കിൽ ആടുന്ന കളിക്കുന്ന മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരെ വെച്ച് നമുക്ക് എന്ത് പ്രതീക്ഷയാണ് ആ സമുദായത്തിന്റെ ഒരു ചെറുപ്പത്തിൽ നമുക്ക് വെക്കാൻ പറ്റുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൂടെ ഒരു സംഘം യാത്ര നടത്തുന്ന വേളയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സഹചാരിയുടെ ഒരു മത്താഴ് ഒരു സംഭവം ഒരു കെട്ട് അവൻ്റെ ഒരു ലഗേജ് ചില ആളുകൾ കൂടി എടുത്തു വെച്ചു. എന്തിനാ വെച്ചത്? സ്വാഭാവികമായിട്ട് മടങ്ങി വരുമ്പോൾ അത് കാണാതിരിക്കുമ്പോൾ ഒരു ബേജാറുണ്ടാവില്ല. അങ്ങനെ ഒരു നമ്മൾ പുതിയ കാലത്തെ ഭാഷയിൽ പറഞ്ഞാൽ പ്രാങ്കാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടി ചെയ്തതാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാഴ്ച ഇങ്ങനെ കാണുന്നു. ആ വ്യക്തി വന്നു, അദ്ദേഹത്തിന്റെ ബാഗേജ് കാണുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് പേടിയായി. ആ പേടി കൊണ്ട് അദ്ദേഹം വെപ്രാളം കാണിച്ച് ഇങ്ങനെ തപ്പാൻ തുടങ്ങി. അത് കണ്ട് സ്വാഭാവികമായി നമുക്കൊക്കെ ചിലപ്പോൾ തോന്നും അതൊരു അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി ചിരിക്കുന്ന കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിലക്കി. ഒരു മുസ്ലിമിനെ ഭയപ്പെടുത്തി ആഘോഷിക്കരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒന്നുമല്ല, എല്ലാവർക്കും അറിയുന്ന സൗഹൃദത്തിന്റെ പശ്ചാത്തലത്തിൽ പോലും ആകരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നോക്കൂ, കഴിഞ്ഞ ദിവസം നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് ഈ ആഘോഷങ്ങൾക്കിടയിൽ നമുക്കൊരു ജീവൻ നഷ്ടപ്പെട്ടു. അദ്ദേഹം മരണത്തോടുകൂടെ നഷ്ടം അദ്ദേഹത്തിന്റെ കുടുംബത്തിനാണ്, അദ്ദേഹത്തിന്റെ മക്കൾക്കാണ്, അദ്ദേഹത്തിന്റെ ഉമ്മക്കാണ്, ഉപ്പക്കാണ്, അദ്ദേഹത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾക്കാണ്. ഒരു മനുഷ്യൻ മരണപ്പെടാൻ മാത്രം പാകത്തിൽ ഒരു വിഷയം നടന്നാൽ എത്ര ഗൗരവത്തിൽ നമ്മുടെ നാട് ചർച്ച ചെയ്യണം. ഒരു വിജയാഘോഷത്തിന്റെ അടുക്ക് പടക്കം പൊട്ടി അദ്ദേഹത്തിന്റെ വണ്ടിയിൽ തന്നെ സൂക്ഷിച്ച പടക്കം പൊട്ടിച്ച് ഒരു ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടു. മാത്രമല്ല, അത് സർവ്വവ്യാപിയായി ഇങ്ങനത്തെ സംഗതികൾ ഉണ്ടാകുമ്പോൾ തൊട്ടടുത്ത വീടുകളിൽ പാർക്കുന്ന കുഞ്ഞുങ്ങളില്ലേ, പ്രായമായവരില്ലേ, അവരൊക്കെ ഭയപ്പെടുമ്പോൾ കിട്ടുന്നത് ഒരു ആഹ്ലാദമാണെങ്കിൽ സഹോദരങ്ങൾ, അത് തെറ്റാണ്. കൂട്ടത്തിലുള്ള ഒരു മനുഷ്യന്റെ ഒരു ബാഗ് ഒളിപ്പിച്ച് വെച്ച് പേടിപ്പിക്കരുത്, പാടില്ല എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അനുയായികളാണ് നമ്മൾ. നമുക്ക് എങ്ങനെയാണ് ഒരു വീട്ടിൽ കിടന്നുറങ്ങുന്ന, ഒരു വീട്ടിൽ സ്വസ്ഥമായ അവസ്ഥ കിട്ടേണ്ട ഒരു പ്രായമുള്ള ആളെ പേടിപ്പിക്കാൻ പറ്റുക, അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക, എന്നിട്ട് തുള്ളാനും ആഘോഷിക്കാനും അത് വലിയ സംഭവമായി നമ്മുടെ പ്ലാറ്റ്ഫോമിലൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുക? തെറ്റാണ് എന്നതിലൊരു തർക്കവുമില്ല. മാത്രമല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഇനി ഒരു അന്യമത ആഘോഷം എന്ന വിഷയത്തിൽ മാത്രമല്ല, വിവാഹങ്ങളൊക്കെ ഈ തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ആണും പെണ്ണൊക്കെ ഇടപഴകുന്നിടത്തൊക്കെ ശക്തമായ വിലക്കുകൾ, ശക്തമായ പരിധികൾ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ ചേർത്താണ് ഞാൻ പറയുന്നത്, അതൊക്കെയും അള്ളാഹുവിൻ്റെ മുന്നിൽ വിചാരണക്കെടുക്കപ്പെടും. നമ്മൾ ഒറ്റക്ക് റബ്ബിന്റെ മുന്നിൽ നിൽക്കും. നമ്മളെ മാത്രം വിചാരണക്ക് വേണ്ടി റബ്ബ് ഒഴിഞ്ഞിരിക്കും എന്ന ആയത്ത്, ആ എല്ലാ പശ്ചാത്തലത്തെയും മുൻനിർത്തിയാണ് മുസ്ലിം സമുദായങ്ങൾക്ക് നമ്മൾ ഓർക്കേണ്ടത്.